കേരളത്തിൽ 2-3 ദിവസമായിട്ട് ഈ മാധ്യമങ്ങൾക്കുള്ള തീറ്റ വളരെ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് CPM-ൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ആയിരുന്നു. ഏതായാലും ആ സദ്യ ഇന്ന് അവസാനിക്കുകയാണ്. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അവസാനിക്കുകയാണ്. ഇത് വാർത്തകളുടെ ഒരു വലിയ സോഴ്സായിരുന്നു എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ചും ദയനീയമായി ലോക്സഭാ ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന് ശേഷം CPM-ൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി പിണറായി വിജയനാണ് ഈ എല്ലാ കോണുകളിൽ നിന്നും, ഭരണകക്ഷിയിൽ നിന്നും ഭരണമുന്നണിയിൽ നിന്ന് പ്രതിപക്ഷത്ത് നിന്ന് മനുഷ്യരായ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും യാതൊരു അവ്യക്തതയില്ല. തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യട്ടെ എന്നിട്ട് പറയാം, പഠിക്കട്ടെ പറയാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. CPM നേതാക്കന്മാരും അനുയായികളും അനുഭാവികളും CPM-ൻ്റെ വലിയ പ്രചാരകളും ന്യായീകരണ തൊഴിലാളികളും ഒക്കെ ഒരൊറ്റ പോയിന്റിലേക്ക് ചൂണ്ടുകയാണ്. ഇവനാണ് പ്രതി, ഇയാളെ ക്രൂശിക്കുക എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ക്രൂസിഫിക്കേഷൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റിയാണ് ഇന്നിപ്പോൾ അവസാനിക്കുന്നത്. വലിയ പൊട്ടിത്തെറികളുണ്ടാവും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ CPM-ആണ് എന്ത് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതിനെക്കുറിച്ചാവട്ടെ ഇപ്പോൾ നമ്മുടെ ചർച്ച. അതെ, ഈ സംസ്ഥാന കമ്മിറ്റിയിൽ പുറത്തു വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ, പണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വന്ന വാർത്തകളൊന്നും ശരിയല്ല, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ മാധ്യമ സൃഷ്ടിയാണെന്നൊക്കെ പറയാമായിരുന്നു. ഇപ്പോൾ ഒരാളും ഇത് പറയുന്നില്ല. സകല ബൂർഷാ പത്രങ്ങളിലും വന്ന എല്ലാം ശരിയാണെന്ന് എല്ലാ നേതാക്കന്മാരും ശരിവെക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബൂർഷാ പത്രങ്ങളെയും ബൂർഷാ മാധ്യമങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും പിണറായി വിജയനെതിരായിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിരിക്കാനിടയുള്ളത്? സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പോൾ ഗംഭീരമായ ദയനീയമായ പരാജയത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീണത് വിദ്യയാക്കാൻ ഏറ്റവും വിദഗ്ധനാണ് പിണറായി വിജയൻ. അതിൽ അദ്ദേഹത്തെ മാച്ച് ചെയ്യാൻ കഴിവുള്ള വേറെ ആരുമില്ല. അപ്പോൾ ആദ്യമേ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് പരാജയം അല്ലെങ്കിൽ സീറ്റുകൾ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അദ്ദേഹം കൊടുത്ത ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേന്ദ്രത്തിന് എതിരായ ഭരണവിരുദ്ധ വികാരമാണ് നമ്മളീ കണ്ടിരിക്കുന്നത്. പിന്നെ ആരോ കൂർലോസ് തിരുമേനി ഒന്നും കൂടി പറഞ്ഞായിരുന്നു, അതായത് ഇനിയിപ്പോൾ വെള്ളപ്പൊക്കവും മഹാമാരിയും രോഗങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട, അത് വെച്ച് ജയിക്കാമെന്ന് ഇനി കരുതരുതെന്ന് പറഞ്ഞ പാടെ കൂർലോസിന് റെഡി കൊടുത്തു. വിവരദോഷി എന്നുള്ളൊരു ടൈറ്റിൽ അങ്ങ് കൊടുത്തു. പിന്നെ ചെന്ന് ഇദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചത് മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകരെ നന്നായിട്ട് ശകാരിച്ചു വിട്ടു. നിങ്ങൾക്കൊക്കെ ഒന്നും അറിയാൻ പാടില്ലാത്തവരാണോ, ഇത് കേന്ദ്രത്തിനെതിരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അപ്പോൾ പാർലമെന്റിൽ ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞങ്ങ് അടിച്ച് കയറി. അപ്പോഴേക്കും മാധ്യമപ്രവർത്തകരെ പേടിച്ച് അവരുടെ വഴിക്ക് പോയി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പുള്ളി ഒന്നും കൂടി ഒരു മുഴം കൂട്ടിയെറിഞ്ഞു. അതായത് രാജിയുടെ കാര്യം പറഞ്ഞ ഒരാൾ ഇങ്ങോട്ട് വരണ്ട, കാര്യം പണ്ട് AK-ആന്റണി രാജിവെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം രാജിവെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള ശല്യം സഹിക്കുക എന്നിട്ട് രാജിവെച്ചതാണ്. അതൊന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട, ഒരാൾ ഈ പ്രശ്നം പറഞ്ഞ് ഇങ്ങോട്ട് എടുത്ത് വരെയും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തെ തൽക്കാലത്തേക്ക് പ്രശ്നമൊക്കെ അങ്ങ് ഒതുങ്ങിയായിരുന്നു. പക്ഷേ സുധാകരൻ ഇത് ടേക്കപ്പ് ചെയ്തു. പിന്നീട് അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പിന്നെ തോമസ് ഐസക് പറഞ്ഞു. പിന്നെ ഗോവിന്ദൻ മാഷാണെങ്കിലും ഇത് ഏറ്റുപിടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ പിണറായി വിജയൻ്റെ ലൈനല്ല അദ്ദേഹം പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി തോറ്റത് നല്ല ഭംഗിയായിട്ട് തോറ്റിട്ടുണ്ട്, പിന്നെ ജയിച്ചെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല, തോറ്റത് നല്ല ഭംഗിയായിട്ടുള്ള തോൽവിയാണെന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ CPI ആണെങ്കിൽ അടിപ്പാട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് തെറിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ കമൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവരൊക്കെ ഈ വിമർശിക്കുന്നവർ മാറി നിന്നിട്ടാണ്. പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ ആരും ഒന്നും പറയില്ലായിരുന്നു. പക്ഷേ അതിന് വ്യത്യാസം വന്നത് ഇപ്പോൾ ഈ കമ്മിറ്റി മീറ്റിങ്ങിലാണ്. കമ്മിറ്റി മീറ്റിങ്ങിൽ അത് സീതാറാം യെച്ചൂരി തന്നെ തുടക്കത്തിലേ അങ്ങ് ടേക്കപ്പ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഒരു 12 MPs-നെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, ആ സ്ഥാനത്താണ് നമുക്കിപ്പോൾ ഈ അവസ്ഥ വന്നിരിക്കുന്നത്, അതുകൊണ്ട് റിസൾട്ട് വളരെ നിരാശാജനകം ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതാരെങ്കിലും ഒന്ന് ഇട്ടുകൊടുക്കാൻ നിൽക്കായിരുന്നു. അത് കിട്ടിയ പാടെ പല മെമ്പേഴ്സും അവരുടെ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള വിമർശനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ചിലർ കൃത്യമായിട്ട് പറഞ്ഞു, പിണറായി വിജയൻ്റെ ധാർഷ്ട്യം ആണ് ഇതിന് കാരണം, അദ്ദേഹത്തിൻ്റെ ഈ വിജയൻ ശൈലിയിൽ ചെറിയ മാറ്റം വരുത്തണം എന്ന് കുറച്ച് പേര് പറഞ്ഞു. മറ്റുള്ളവർ ക്ഷേമ പെൻഷനെയൊക്കെ പറ്റി ചോദിക്കാൻ തുടങ്ങി. മാത്രമല്ല പോലീസ് നയം ജനങ്ങളിൽ നിന്നും പാർട്ടിയെ അകറ്റി എന്ന് പറഞ്ഞു. പണ്ട് കാലത്ത് ഈ ജനങ്ങളുമായിട്ട് അടുപ്പം വന്നത് നിപ്പ, കോവിഡ്, അതേപോലെ വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ പാർട്ടി ജനങ്ങളുടെ കൂടെ നിന്നു എന്നുള്ള രീതിയിൽ പാർട്ടി ജനങ്ങളുമായിട്ട് അടുത്തിരുന്നു. ആ അടുപ്പം മുഴുവനും ഈ ക്ഷേമ പെൻഷൻ നിർത്തിക്കഴിഞ്ഞപ്പോൾ പോയി. അതേപോലെ പോലീസിൻ്റെ തെറ്റായ നയം കൊണ്ടും കുറേ പോയി. ഇങ്ങനെ ഓരോ രീതിയിൽ നിന്നും ഓരോ ഭാഗത്തു നിന്നും ആക്രമണം തുടങ്ങി കഴിഞ്ഞപ്പോൾ വേറെ ചിലർ പറഞ്ഞു, വെറ്ററിനറി കോളേജിൽ
സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പയ്യനെ SFIക്കാർ കൂടി തല്ലി കൊന്ന ചരിത്രം അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ മോശമായിപ്പോയി. SFI നന്നായിട്ട് ആൾക്കാർ കുറ്റം പറഞ്ഞു. പിന്നെ കുറ്റം പറഞ്ഞ വേറൊരു പ്രശ്നം പ്രീണനമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഈഴവ സമുദായവും മറ്റ് ചിലപ്പോൾ ക്രിസ്ത്യൻ സമുദായമൊക്കെ വിട്ടുമാറാനായിട്ട് ഇടയായി പാർട്ടിയിൽ നിന്നും. അപ്പോൾ അതൊക്കെ ഈ ഭരണത്തിൻ്റെ മാത്രം തെറ്റാണ്. പിന്നെ ഇവർ കേന്ദ്രവിരുദ്ധം പറഞ്ഞ് നടക്കുമായിരുന്നു. കേന്ദ്രം കേരളത്തിനെ ഒതുക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടായില്ല. നോബഡി ഹാസ് ടേക്കൺ ഇറ്റ് സീരിയസ്ലി. പിന്നെ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുമ്പോൾ തന്നെ ഈ നവകേരള സദസ്സ് എന്നും പറഞ്ഞുള്ള ഒരു ഷോമാൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിനെയും ഈ കമ്മിറ്റി മീറ്റിങ്ങിൽ വളരെയധികം വിമർശിച്ചു. പിന്നെ അവിടെ വന്ന വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽവിയുടെ വെളിച്ചത്തിൽ ഒരു സമൂല പരിവർത്തനം വേണം. ഈ സമൂല പരിവർത്തനം എന്ന് പറഞ്ഞാൽ മേലേക്കടയിൽ മാത്രമല്ല, താഴേക്കടയിൽ നിന്ന് മേലേക്കട വരെ ഒരേപോലെ ഒരു സമൂല പരിവർത്തനം പാർട്ടിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുള്ളൂ. പിന്നെ അവർ കണ്ടുപിടിയ വേറൊരു പരാജയം പാർട്ടിയുടെ നമ്മുടെ വോട്ടുണ്ടായിരുന്നതൊക്കെ BJPക്കാർ കൊണ്ടുപോയി. പ്രധാനമായിട്ടും BJPക്കാർ കുറേ ചോർത്തി കൊണ്ടുപോയി. കണ്ണൂർ, ട്രിവാൻഡ്രം, ആലപ്പുഴ മേഖലകളിൽ വളരെ ദയനീയമായ ഒരു ഷോ ആണ് പാർട്ടിക്ക് കാഴ്ചവെക്കാൻ പറ്റിയത്. പിന്നെ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EP ജയരാജൻ കൺവീനറായിട്ട് തുടരുകയാണ്. LDF കൺവീനർ. ഇദ്ദേഹമാണെങ്കിൽ കുറേ സമയം BJPയുടെ അടുത്തേക്ക് അവിടെ ജാവ്ദേക്കറിൻ്റെ അടുത്ത് പോകും, ചർച്ച ചെയ്യും. അവിടെ കാര്യങ്ങൾ ശരിയാവാതെ ഇവിടെ കൺവീനറാവും. ഇതൊക്കെയാണ് കൂടുതൽ അവിടെ വിമർശനങ്ങൾ വന്നത്. യെസ് സർ, ഈ വിമർശനങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ ആണ് തോറ്റത്, മറ്റാരുമല്ല. പിണറായി വിജയൻ തോറ്റതിൻ്റെ കാരണങ്ങളിപ്പോൾ തുറന്നും യാതൊരു മറയുമില്ലാതെ ഓരോരുത്തരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ പരിമിതിയാണ്, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ധാർഷ്ട്യം, സ്വഭാവ ഗുണം അങ്ങനെയാണ്. 2, ആശയപരമായ പ്രതിബദ്ധതയുടെ കുറവ്, തൊഴിലാളി വർഗ ആശയത്തോട്, സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിനോട് ഒന്നുമുള്ള പ്രതിബദ്ധതയുടെ കുറവ്. പരമോപരി അതിനെക്കുറിച്ചുള്ള ബോധക്കുറവ്. ഇദ്ദേഹം നാട്ടുകാരെ മുഴുവൻ വിവരദോഷി എന്ന് വിളിക്കുമ്പോഴും ഇദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെക്കുറിച്ചുമുള്ള കൃത്യമായ ബോധവും ധാരണയും ഉണ്ടോ? അദ്ദേഹത്തെ നയിക്കുന്നത് ബൂർഷ്വാ മൂല്യങ്ങളല്ലേ? ഇതൊക്കെ വ്യക്തിപരമായൊരു ചോദ്യമാണ് ഒന്ന്. രണ്ടാമത്, ഇദ്ദേഹത്തിൻ്റെ നയവ്യതിയാനം. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒരു കാരണവശാലും പോകാൻ പാടില്ലാത്ത തരത്തിലുള്ള മുതലാളിത്ത പ്രീണനം, അല്ലെങ്കിൽ ഏത് വിഭാഗം പ്രീണനത്തെയും പ്രീണിപ്പിക്കുകയല്ലോ, അവരുടെ അവകാശങ്ങൾ കൊടുക്കുക എന്നല്ലാതെ പ്രീണിപ്പിക്കുന്ന ഒരു നയമല്ലല്ലോ, അത് തട്ടിപ്പല്ലേ. അപ്പോൾ ഈ തരം ബൂർഷ്വാ തട്ടിപ്പുകളുടെ പിന്നാലെ അദ്ദേഹം പോകുന്നു, മുതലാളിമാരുടെ പിന്നാലെ പോകുന്നു, അവർക്ക് സേവ ചെയ്യുന്നു, അവരോടൊപ്പം പ്രാതിനിധ്യം പങ്കിടുന്നു. നയപരിപാടികൾ കോർപ്പറേറ്റിസം വരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളിലൊക്കെ വരുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് എപ്പോഴും മുൻതൂക്കം കിട്ടുന്നത്, എപ്പോഴും അങ്ങനെയാണ്. അത് ആശയപരമാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഭരണ നടപടികളിൽ വന്ന വലിയ വീഴ്ചയാണ്. അത് ഈ മിനിസ്ട്രി, രണ്ടാമത്തെ ഈ തുടർ ഭരണം വന്നപ്പോൾ തന്നെ വന്ന മന്ത്രിസഭ അങ്ങേയറ്റം കഴിവുകെട്ട മന്ത്രിമാരുടെ ഒരു കൂട്ടമാണ് എന്ന് വന്നു. അത് ഏറ്റവും വലിയൊരു പരാജയമായി. വളരെ അങ്ങേയറ്റം ഇൻകേപ്പബിൾ ആയ മിനിസ്റ്റേഴ്സ് വന്നു. വിദ്യാഭ്യാസ മന്ത്രിയെ എന്ത് കണ്ടിട്ടാ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയിരിക്കുന്നത് ആർക്കറിയാം? അദ്ദേഹത്തിന് മാത്രമേ അത് അറിയുള്ളൂ. അതിനകത്തെ പാർട്ടിക്കകത്തെ ഫോർമുലയാണത്. കഴിവുകേട്. വേറൊരു പ്രധാനപ്പെട്ട കാരണം, പാർട്ടിയോടൊപ്പം നിന്ന് പാർട്ടിയുടെ ചോര കുടിച്ച് അല്ലെങ്കിൽ ഈ ഭരണത്തിൻ്റെ തണലിൽ ജീവിക്കുന്ന കുറേ വിഭാഗങ്ങളുണ്ടല്ലോ, വ്യക്തികളും സംഘടനകളും. ഇപ്പോൾ SFI പോലുള്ള സംഘടനകൾ, DYFI പോലുള്ള പ്രസ്ഥാനങ്ങൾ, അവരുടെ ലീഡർഷിപ്പ്, ഒരു പഴയ സമര സംഘടനയുടെ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഊർജ്ജം കാണാറുള്ളത് യുവനിരയിൽ നിന്നാണല്ലോ. അതിന് പകരം അവരൊക്കെ ഈ ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിന്, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ താല്പര്യത്തിന് വേണ്ടി അക്രമം കാണിക്കാൻ ഇറങ്ങുക. അക്രമം കാണിക്കുമ്പോൾ അതിനെ ഈ രക്ഷാപ്രവർത്തനമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുക. അതാണ് അതിലാരാ ഉത്തരവാദി? സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലൊക്കെ 2-3 പ്രശ്നങ്ങളുണ്ട്. ഈ സർവോപരി, ഇതിനെല്ലാം ഉപരി ഇദ്ദേഹത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധത. ഇപ്പോഴും സാറ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആരും മിണ്ടൂല. അങ്ങനെ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായിട്ട് ഒരുപാട് കാലമായി എന്നതിൻ്റെ അർത്ഥം. ആരുടെ മുഖത്ത് നോക്കിയും യാതൊരു വ്യക്തിപരമായ ദ്വേഷവും വെക്കാതെ തന്നെ വിമർശിക്കാൻ പറ്റുന്നിടത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടുള്ളൂ. EMS ഒരുപാട് നാട് ഭരിക്കുമ്പോൾ ലോക തൊഴിലാളി വർഗത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാപ്പ് പറയണം, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മാപ്പ് പറയണം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. കെ ദാമോദരനെ പോലുള്ള വലിയ മനുഷ്യരൊക്കെ അന്നുണ്ടായിരുന്നു. കാരണം ഓർമ്മയില്ലേ, ചന്ദനത്തോപ്പിൽ RSP തൊഴിലാളികൾ പണിമുടക്കിയപ്പോൾ വെടിവെച്ചു, തൊഴിലാളികൾ മരിച്ചു.
ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ട് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി, ഏഷ്യയിൽ ആദ്യമായി അധികാരത്തിൽ വന്നതാണ്. ആ പാർട്ടി ചെയ്ത ആദ്യത്തെ പണി തൊഴിലാളികളെ സമരത്തിന് വെടിവെച്ച് കൊല്ലുകയാണെന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ആ പാർട്ടിക്കകത്ത് EMSനോട് പോലും മുഖത്ത് നോക്കി പറയാനും വിമർശിക്കാനും ആളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മനുഷ്യനോട് ഇദ്ദേഹത്തെ വിമർശിക്കാൻ ആളില്ല, മിണ്ടാൻ ആളില്ല. പിന്നെ സാറ് പറഞ്ഞൊരു വാക്കും വളരെ പ്രധാനമാണ്. പത്രക്കാർ പേടിച്ചു പോവാണ്. ഇദ്ദേഹത്തിൻ്റെ കണ്ണുരുട്ടുമ്പോഴേക്കും ഒരാൾ ചോദിക്കാൻ ആളില്ല. നമ്മുടെ പത്രങ്ങൾക്ക് എന്താ, മാധ്യമങ്ങൾക്ക് എന്താ പറ്റിയത്? അല്ല CM ഞാൻ ചോദിക്കും എന്ന് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ കടക്കു പുറത്ത് എന്നൊക്കെ പറയുമ്പോൾ പോവില്ല എന്ന് പറയണ്ടേ? ഞങ്ങളുടെ നികുതി പണം കൊണ്ട് ഈ നാട് ഭരിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഒരാളാണ് ഞങ്ങൾ ജനങ്ങളോട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു എന്ന് ജനങ്ങളോട് പറയാൻ ബാധ്യതപ്പെട്ടവരാണ്. 4th എസ്റ്റേറ്റ് ആണ് ഞങ്ങൾ. പോവില്ല എന്ന് പറയണ്ടേ? അത് പറയാനും ആളില്ല. മറ്റു പലരോടും ചിലപ്പോൾ പത്രക്കാർ പറയും, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആർക്കും വയ്യ. ഇദ്ദേഹത്തിന് പറയാനുള്ളത് കാലേക്കൂട്ടി ആക്കി വെച്ചത്, എഴുതി വെച്ചത്, അപ്പുറത്തൊരു ചോദ്യം വന്നാൽ ഇയാൾ ക്ഷുഭിതനാവും. ഈ ഒരു അവസ്ഥയാണുള്ളത്. ഇതിൽ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വലിയ തോതിൽ ഈ സ്റ്റേറ്റ് കമ്മിറ്റി ഇത് മുഴുവൻ ചർച്ച ചെയ്തു നമുക്ക് വിചാരിക്കാം. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഈ കുറ്റത്തിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയനേക്കാൾ വലിയ പ്രതികൾ ആരാണ്? ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പിണറായി വിജയനെ മുൻനിർത്തിയിട്ട് CPMനെ ഇടതുപക്ഷത്തെയും സമ്പൂർണ്ണമായി കേരളം തോൽപ്പിച്ച് കളഞ്ഞപ്പോൾ മാത്രമാണോ ഈ കുറ്റങ്ങളുണ്ടായത്? പിണറായി വിജയൻ്റെ ആശയം എന്താണ്? ആശയപരമായ ബോധ്യം എന്താണ്? വ്യക്തിപരമായ ക്വാളിറ്റി എന്താണ് എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നവരല്ലേ കമ്മ്യൂണിസ്റ്റുകാർ? അവരറിയേണ്ടതല്ലേ? അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തെ ഈ പണിക്ക് പറ്റിയ ഒരാളെല്ലാം തീരുമാനിക്കേണ്ടതല്ലേ ആദ്യം? അതും VS അച്യുതാനന്ദനെ പോലൊരു മനുഷ്യനെ കുതികാല് വെട്ടി ഒതുക്കി മൂലക്കിട്ട് ചവിട്ടിക്കൂട്ടിയിട്ടാണല്ലോ ഇദ്ദേഹം വന്നത്. വന്ന വഴി ശരിയല്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാവാനുള്ള യോഗ്യത ഇദ്ദേഹത്തിന് ഇല്ല എന്ന് മറ്റാരെക്കാളും ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടി മെഷീനറി അല്ലേ? 2, ഇദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും പഴച്ചപ്പോൾ എന്തേ ഇവരൊന്നും മിണ്ടിയില്ല, ചൂണ്ടിക്കാണിച്ചില്ല, തിരുത്തേണ്ടതായിരുന്നില്ലേ? നവകേരള സദസ്സിന് എത്ര കാലം വരെ ഒരുങ്ങി? പോകണ്ട, തെറ്റാണത്, ആവശ്യമില്ല, ദൂർത്താണ് എന്ന് പറയണ്ടേ? പറയേണ്ടത് വേണ്ട നേരത്ത് പറയാൻ. ഇപ്പോൾ ഘടകകക്ഷികൾ ആരാ മിണ്ടേണ്ട നേരത്ത്? സാറിന് ഓർക്കുന്നുണ്ടോ? 2019 ലോക്സഭാ ഇലക്ഷനിൽ LDF തോറ്റു. 21 എങ്ങനെ തിരിച്ചു വന്നു? ഒന്ന് കോവിഡ് വന്നു. കോവിഡ് വന്നതുകൊണ്ട് മാത്രമല്ല, അതിനെ നന്നായി മാനേജ് ചെയ്തുകൊണ്ടാണ്. മാനേജ് ചെയ്യാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതായിരുന്നു? സിവിൽ സപ്ലൈസ് വകുപ്പായിരുന്നു. അക്കാലത്ത് മുഖ്യമന്ത്രി നടത്തിയ ഏതെങ്കിലും പത്രസമ്മേളനത്തിൽ അന്നത്തെ സിവിൽ സപ്ലൈസ് മന്ത്രി തുറന്നിട്ടുണ്ടോ? തുറക്കാൻ അവകാശം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ആ വകുപ്പ് എന്തേ അന്ന് മിണ്ടിയില്ല? ഇപ്പം ആ വകുപ്പിനെയാണല്ലോ ഞെക്കിക്കൊല്ലുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട് എന്താ? സിവിൽ സപ്ലൈസിൽ സാധനങ്ങളില്ല. റേഷൻ അരിക്ക് പോലും ക്ഷാമം വന്നു. അത് പറയേണ്ട നേരത്തെ എന്താ CPI എന്ന് പറയുന്ന മന്ത്രിക്ക് തോൽക്കുമ്പോൾ മതിയോ CPI എന്ന് പറയുന്ന പാർട്ടിക്ക് മിണ്ടാൻ പറ്റാത്തത്? അപ്പോൾ ഇത് പറയേണ്ട നേരത്തെ ആരും പറഞ്ഞില്ല എന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ്. 2, ഭരണത്തിൽ നിന്ന് ഈ വേവുന്ന, ഞങ്ങളൊക്കെ നാട്ടിൽ മലബാറിൽ ചൊല്ലുണ്ട്, വേവുന്ന പുരക്ക് ഊരുന്ന കഴുക്കോൽ ലാഭം എന്ന് പറയും. പറഞ്ഞ സാറിന് മനസ്സിലാവും തോന്നുന്നു അല്ലേ? അപ്പോൾ ഇപ്പോൾ വേവുന്ന നേരത്ത് ഞങ്ങളും കിട്ടുന്നത് ഇങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ SFIക്കാരും DYFIക്കാരും ഒക്കെ ഇതൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ, കണ്ണ് കണ്ടവനെയൊക്കെ പിടിച്ച് അക്രമം നടക്കുമ്പോൾ കൊല്ലുമ്പോൾ, ഇത് തെറ്റായാണ്, തിരുത്തേണ്ടതാണ്. ഒരു ഇലക്ഷൻ കാലത്ത് പോലും ബോംബുണ്ടാക്കിയിട്ട് വലിയ വാർത്ത സൃഷ്ടിക്കുമ്പോൾ തെറ്റാണെന്ന് പറയണ്ടേ? അതുകൊണ്ട് ഇതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പിണറായി വിജയൻ പ്രതിയാണ്. പക്ഷേ പിണറായി വിജയനെ കളമൊരുക്കി കൊടുത്ത്, പിണറായി വിജയനെ അന്ധമായി പിന്തുണച്ച്, പിണറായി വിജയനെതിരായി എന്നൊരു അക്ഷരം മിണ്ടാതെ ഓച്ചാനിച്ച് നിന്ന് പിണറായി വിജയൻ്റെ ലക്കുകെട്ട ഭരണത്തിൻ്റെ സകല സൗകര്യങ്ങളും ഏറ്റുവാങ്ങിയ MV ഗോവിന്ദൻ തൊട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള എല്ലാവരും, ആ മുന്നണിയുടെ പങ്കുപറ്റിയ എല്ലാവരും ഈ പരാജയത്തിന് ഉത്തരവാദിയാണ്. ഇവർ ചെയ്യേണ്ടത് ഒരു കൂട്ടക്കരച്ചിൽ അകത്ത് നടത്തുകയും പുറത്തിറങ്ങിയിട്ട് പരസ്യമായി മാപ്പ് പറയുകയും ചെയ്യുകയാണ്. ഈ മുഖ്യമന്ത്രി മാത്രമല്ല ഉത്തരവാദി. ആ മുഖ്യമന്ത്രിയെ ഈ പരുവത്തിലെത്തിച്ചത് ഞങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളോട് പൊറുക്കേണമേ എന്ന് കേരളത്തോട് ഇവർ മാപ്പ് പറയുകയാണ്. ഈ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ആ കമ്മിറ്റി അവസാനിക്കുമ്പോൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.